ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു കഥയാണ്. പേര് ഞാനിവിടെ പറയുന്നില്ല, എങ്കിലും ഇതിൽ ഈ പറയുന്ന വ്യക്തിക്ക് നമ്മൾ ഓരോരുത്തരുമായിട്ടും സാമ്യമുണ്ടാകും. ഈ കഥയിൽ പറയുന്ന വികാരങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള പലരുടെയും ജീവിതത്തിൽ കാണാം. ഈ കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇതിൽ കാണാൻ കഴിഞ്ഞേക്കും. എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു. വീട്ടിൽ നല്ല മകൾ, സുഹൃത്തുക്കൾക്ക് നല്ല കൂട്ടുകാരി, ജോലിസ്ഥലത്ത് എല്ലാവരെയും സഹായിക്കുന്ന ഒരാൾ. പക്ഷേ ഒരു കാര്യം മാത്രം അവൾ മറന്നു: സ്വയം സ്നേഹിക്കാൻ. എല്ലാവർക്കു വേണ്ടിയും സമയം കണ്ടെത്തിയ അവൾക്ക് സ്വന്തം മനസ്സിനു വേണ്ടി ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും സഹായം ചോദിച്ചാൽ അവൾ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞില്ല. സ്വന്തം ക്ഷീണം മറിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ജീവിച്ചു. പക്ഷേ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ അവൾ ചിരിക്കുമായിരുന്നു. എന്നാൽ ആ ചിരിയുടെ പിന്നിൽ ഒരു വലിയ ക്ഷീണം ഒളിഞ്ഞിരുന്നു. ഒരു ദിവസം കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവൾ സ്വയം ചോദിച്ചു: എല്ലാവരെയും ഞാൻ സ്നേഹിച്ചു, പക്ഷെ എന്നെ ആരാണ് സ്നേഹിക്കുന്നത്? അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് മറ്റുള്ളവരോടല്ല, സ്വന്തം മനസ്സിനോടാണ്. ഒരു ദിവസം അവൾ ഒരു ചെറിയ തീരുമാനമെടുത്തു. ഇനി മുതൽ എല്ലാ ദിവസവും 10 മിനിറ്റ് എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കും. ആ സമയത്ത് അവൾ ഫോൺ ഉപയോഗിച്ചില്ല. ഒരു ഡയറിയിൽ തൻ്റെ ചിന്തകൾ എഴുതി. ദിവസവും കണ്ണാടിയിൽ നോക്കി ഒരു കാര്യം പറഞ്ഞു: ഞാൻ മതിയാകുന്ന ഒരാളാണ്. ആദ്യ ദിവസങ്ങളിൽ ആ വാക്കുകൾ വിശ്വസിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവൾ നിർത്തിയില്ല. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. പതിയെ അവൾ മാറാൻ തുടങ്ങി. ഇല്ല എന്ന് പറയേണ്ടടുത്ത് ഇല്ല എന്ന് തന്നെ പറഞ്ഞ് അവൾ ശീലിച്ചു. വിശ്രമിക്കേണ്ടപ്പോൾ വിശ്രമിച്ചു. ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിച്ചു. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ജീവിക്കുന്നതിന് പകരം സ്വന്തം മനസ്സമാധാനത്തിനായി ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൾ ഡയറിയിൽ ഒരു വാചകം എഴുതി: എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് മറ്റുള്ളവരുടെ സ്നേഹമല്ല, എൻ്റെ സ്വന്തം സ്നേഹമായിരുന്നു. ആ വാചകം അവളുടെ ജീവിതം മാറ്റിമറിച്ചു. സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ ആത്മവിശ്വാസം വളർന്നു, മനസ്സമാധാനം വർദ്ധിച്ചു, ചിരി അഭിനയമല്ലാതെയായി. അത് ഹൃദയത്തിൽ നിന്ന് വരാൻ തുടങ്ങി. ഇത് നമ്മളിൽ പലരുടെയും കഥയാണ്. നമ്മളും ചിലപ്പോൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ നമ്മളെ തന്നെ മറന്നുപോകുന്നു. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു: ഇന്നു മുതൽ ദിവസവും 1 മിനിറ്റെങ്കിലും നിങ്ങൾക്കായി മാറ്റിവെക്കൂ. കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയൂ: ഞാൻ എന്നെ സ്നേഹിക്കുന്നു, കാരണം ഞാൻ വിലപ്പെട്ട ഒരാളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം നിങ്ങളും തമ്മിലുള്ളതായി മാറട്ടെ. നന്ദി.